കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുറച്ച് ഗസ്റ്റുകളുടെ കൂടെ രാവിലെ തന്നെ ചങ്ങനമരമൊക്കെ കണ്ട് കരിന്തണ്ടൻ്റെ കഥകളൊക്കെ പറഞ്ഞ് താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രഭാതത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ചകൾ, വീശുന്ന കാറ്റിൻ്റെ ആ ഒരു സൗരഭ്യം, ഇതൊക്കെ ആവോളം ആസ്വദിച്ച് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ, വളരെ കുശലമൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി വരുന്നൊരു സമയം. പെട്ടെന്ന് ആരോ ഒരാൾ റോഡ് സൈഡിലുള്ള ഒരു കാഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നു. എല്ലാവരും ആ അവസ്ഥയ്ക്ക് നോക്കുന്നു. അപ്പം ഞാനും ക്യൂരിയോസിറ്റി കൊണ്ട് പെട്ടെന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു തല പൊട്ടിച്ചിതറി ചത്ത് കിടക്കുന്ന ഒരു കുട്ടിക്കുരങ്ങൻ്റെ ശരീരമാണ്. പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, സന്തോഷമൊക്കെ ആവിയായിപ്പോയി. കൂടുതലുള്ള ആൾക്കാരും പെട്ടെന്നൊരു സൈലൻ്റായ പോലെ തോന്നി. ആകാശം മുട്ടുന്ന മരങ്ങൾക്ക് മേലെ ട്രപ്പീസ് കളിച്ച് നടക്കേണ്ട ഒരു കുട്ടിക്കുരങ്ങൻ എങ്ങനെ ഈ പറയുന്ന വണ്ടീൻ്റെ ഒരു ടയറിനൊക്കെ ഇടയിൽപ്പെട്ട്, അപ്പം കുറച്ചുകൂടെ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും നിരനിരയായി കുരങ്ങുകളുടെ ഒരു സംഘങ്ങളാണ് പോകുന്ന വണ്ടികളിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടത്തിന് വേണ്ടി കൈനീട്ടിയിരിക്കുന്നവർ. ഈസി ഫുഡ്, ഈസി ലൈഫ്. ഇതിനു വേണ്ടി ഇവരെന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തുന്നത്? ഒരു പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ ധാരാളമായി ഇവർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം, ഫ്രഷ് എയർ, സ്വാതന്ത്ര്യം, ഫലസമൃദ്ധി. ഇനി ഈ ഉച്ഛിഷ്ടം തിന്ന് മുറ്റിയ ഈ കുരങ്ങുകൾ മരത്തിന് മുകളിലൂടെ ചാടിക്കളിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ചില്ലയിൽ നിന്ന് ചില്ലയിലേക്ക് ചാടുന്ന അഭ്യാസ പ്രകടനങ്ങളൊക്കെ അവരുടെ സ്വപ്നങ്ങൾ മാത്രമായി മാറും. ഏറ്റവും സുരക്ഷിതമായിരിക്കാൻ, ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കാൻ നമ്മൾ നമുക്ക് വേണ്ടി കെട്ടുന്ന കംഫർട്ട് സോൺസ്, സേഫ് സോൺസ്, അത് നമ്മളെ നോക്കി കളിയാക്കുന്നുണ്ടോ? പലപ്പോഴും കട്ടിയുള്ള പുറന്തോട് പോലെ അതിൻ്റെ കട്ടി താങ്ങാൻ വയ്യാതെ, ഭാരം താങ്ങാൻ വയ്യാതെ നമ്മൾ എഴേണ്ടി വരുന്നുണ്ടോ? ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാമായിരുന്ന നമ്മുടെ കഴിവുകൾ, പൊരുതി നേടുന്ന വിജയങ്ങളിൽ ഉണ്ടാവുന്ന സന്തോഷം, ലൈഫിൽ അഡ്വഞ്ചർ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, ഇതൊക്കെ നമ്മുടെ സേഫ് സോൺസ് ഇല്ലാതെയാക്കുന്നുണ്ടോ? ജീവിതം വളരെ ആവർത്തന വിരസമായും ഒരു ത്രില്ലിംഗ് അല്ലാത്തതുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഈ കുട്ടിക്കുരങ്ങൻ തൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മളാണ്.